പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാലക്കാട് MLA ആയിട്ടുള്ള ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആദ്യ റൗണ്ട് ചർച്ചകൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു സൈക്കോപാത്ത്, ഒരു അതിക്രൂരനായ മനുഷ്യൻ, സ്ത്രീകളെ ഒറ്റയ്ക്ക് കണ്ടാൽ അവരുടെ ദേഹത്തേക്ക് ചാടി വീണ് അവരെ ബലാത്സംഗം ചെയ്ത് അവരുടെ ശരീരമാസകലം പരിക്കുകൾ ഉണ്ടാക്കുന്ന, അവരുടെ മുഖത്തേക്ക് തുപ്പുന്ന, അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം എനിക്ക് കുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ ചാടി വീഴുന്ന ഒരു 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 എന്താണ് ഒരു സൈക്കോപാത്തിക് സെക്ഷൽ ക്രിമിനൽ. ഏത് സ്ത്രീയെ കണ്ടാലും അവരുമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്ന, കേരളം കണ്ട ഏറ്റവും അതിക്രൂരനായിട്ടുള്ള, കാരണം ഒരിക്കലും ഇനി കാണാൻ സാധ്യതയില്ലാത്ത നിലയിലുള്ള അതിക്രൂരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അതായിരുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രചരണത്തിൻ്റെ ആദ്യ ഭാഗത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചിത്രം. അത് യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർന്നു വന്ന രണ്ടാം ഘട്ടത്തിലെ ഒരു ചിത്രമാണ് എന്ന് നമുക്ക് പറയാം. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലൻ, പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന, ഉയർന്നു വരുന്ന വലിയ സാധ്യതയുള്ള ഒരു യുവ നേതാവ്, ചാനൽ ചർച്ചകളിലേക്ക് ചെന്നിട്ട് CPM-കാരെ അടിച്ചു മലത്തിയിടുന്ന ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതിനുശേഷം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു വലിയ യുവ നേതാവ്, ഒരു തിളങ്ങുന്ന യുവ നേതാവ്. അതായിരുന്നു ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ഘട്ടമാണ് ഞാൻ പറഞ്ഞ സൈക്കോപാത്തിക് സെക്ഷൽ ക്രിമിനൽ. അതുമായിരുന്നു രണ്ടാം ഘട്ടം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെറുക്കുന്ന, ജനങ്ങളിൽ വലിയ ഭൂരിപക്ഷം വെറുക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു ചരക്ക്. അതായിരുന്നു രണ്ടാം ഘട്ടം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലെ മൂന്നാം ഘട്ടത്തിലേക്ക് അയാൾ കടന്നിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാം. ഈ രാഹുൽ മാങ്കൂട്ടം ഈ മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാം ഘട്ടത്തിൽ അയാൾക്കുണ്ടായിരുന്ന അയാളുടെ മേലുണ്ടായിരുന്ന ഒരു ഓറ, ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ ക്രിമിനൽ, ഒരു സൈക്കോപാത്ത്, സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നവൻ, സ്ത്രീകളുടെ മുഖത്ത് തുപ്പുന്നവൻ, സ്ത്രീകളുടെ ശരീരമാസകലം മാന്തി പറിക്കുന്നവൻ, സ്ത്രീകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരോട് കുട്ടി വേണം എന്ന് പറയുന്ന ഒരു അതിക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടം മൂന്നാം ഘട്ടത്തിലെത്തുമ്പോൾ ഉള്ള അയാളുടെ ചിത്രം എന്താ സുഹൃത്തുക്കളെ? ആ ചിത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ ശത്രുക്കളാൽ, രാഷ്ട്രീയ പാർട്ടികളാൽ പീഡിപ്പിക്കപ്പെട്ട, രാഷ്ട്രീയ ജീവിതം തകർക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇപ്പോൾ അയാളെക്കുറിച്ച് നമുക്കുള്ള ചിത്രം. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ സമീപകാല ഭാവിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, ചെറുപ്പക്കാരൻ, കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇപ്പോൾ ഉള്ള ചിത്രം. അതിൻ്റെ കാരണം എന്താ? ഒന്നിനു പുറകെ ഒന്നായി വന്ന 3 ലൈംഗിക പരാതികൾ. ആദ്യത്തെ പരാതി കേരളത്തിലൊരു മാധ്യമപ്രവർത്തകയുടേത്, രണ്ടാമത്തെ പരാതി ബാംഗ്ലൂരിലുള്ള എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെ പരാതി, 3 കാനഡയിലുള്ളത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെ പരാതി. ഈ 3 പരാതികൾ നിയമവ്യവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് കണ്ടതിനെ തുടർന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളൊരു ബോധ്യം ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലും ഉണ്ടായത്. അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പരാതി, ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന മുഴുവൻ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായിരുന്ന ബാംഗ്ലൂരുകാരിയുടെ പരാതി, അതുപോലെ തന്നെ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്ന കാനഡക്കാരിയുടെ പരാതി, ഈ 2 പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വാദങ്ങൾ പരിപൂർണമായി തെറ്റായിരുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടു. ബലാത്സംഗം ഇതിലൊന്നിലും തെളിഞ്ഞില്ല. എൻ്റെ വിശദാംശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല, കാരണം കോടതി വിധികൾ വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 കേസുകളിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആദ്യത്തെ കേസിൽ വാദം നടക്കുകയാണ് ഹൈക്കോടതിയിൽ. അതിൽ മുൻകൂർ ജാമ്യം അയാൾക്ക് ലഭിക്കാനാണ് സാധ്യത എന്ന്
ആ കേസ് പരിഗണിക്കുന്ന ജഡ്ജിയുടെ പരാമർശങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ബോധ്യമായതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പരാതികളെല്ലാം തന്നെ കെട്ടിപ്പൊക്കിയ പരാതികളായിരുന്നുവെന്നും അയാളെ പീഡിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട തിരക്കഥകളായിരുന്നുവെന്നും അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കഥകളായിരുന്നുവെന്നും അയാളെ ജയിലിൽ പാർപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുമുള്ളത് ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? 2 കീഴ്ക്കോടതികളിലാണ് 2 പരാതികൾ തള്ളിപ്പോയത്. 3ാമത്തെ പരാതിയും തള്ളിപ്പോകുന്നിടത്ത് നിൽക്കുന്നു. ഈ 3 പരാതിയാണ് ഇപ്പോൾ അയാൾക്കെതിരെ വന്നത്. ഏതാണ്ട് അതെല്ലാം തന്നെ അസ്തമിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അയാൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിൽ ശക്തമാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ആരാണിതിന് ഉത്തരവാദി എന്നുള്ളതാണ്. ഇയാൾ ഇത്രയും പീഡനം ഏറ്റുവാങ്ങാൻ വേണ്ടി അതിന് കാരണക്കാരായിട്ടുള്ള നേതാക്കന്മാർ ആരാണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ 2 പേരെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ 2 പേരും ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടും എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇനി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ ആൾ മറ്റാരുമല്ല, കേരള മുഖ്യമന്ത്രി ശ്രീമൻ പിണറായി വിജയനാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പീഡിപ്പിച്ചതിൻ്റെ 1ാം പ്രതി എന്ന് പറയുന്നത്, അതിന് 2 പ്രതികളുണ്ട്, 2 1ാം പ്രതികളുണ്ട്. അതിൽ ഒന്നാമത്തെ 1ാം പ്രതി പിണറായി വിജയനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള അടങ്ങാത്ത പക കാരണം അയാളുടെ എങ്ങനെ ആയാലും അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അയാളെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ച് അയാൾക്കെതിരെ പരാതികൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് അയാളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് അയാളെ 3ാമത്തെ കേസിൻ്റെ ഭാഗമായി 18 ദിവസം ജയിലിലിട്ടതിൻ്റെ 1ാം പ്രതി എന്ന് പറയുന്നത്, 2 പ്രതികളിൽ ആദ്യത്തെ 1ാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ പീഡിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകും. അതിൽ 2 1ാം പ്രതികളിൽ ആദ്യത്തെ 1ാം പ്രതി പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടും. അതാണ് 1ാമത്തെ. 2ാമത്തെ 1ാം പ്രതി ആരാ? 2ാം പ്രതിയും പോലും ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2ാമത്തെ 1ാം പ്രതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമൻ VD സതീശനാണ്. അതിൻ്റെ പുറകോട്ടുള്ള കഥകളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. VD സതീശൻ്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ടാണ്, അയാളുടെ ഒരു ബുള്ളിയിങ് ടെക്നിക്ക് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആരും പറഞ്ഞില്ല. പക്ഷേ അയാളൊരു കുറ്റാരോപിതനായി നിന്നപ്പോൾ അയാളെ CPM-ന് കടിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുത്തതിൽ നിർണായക പങ്ക് വഹിച്ചത് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായിരുന്നിട്ടുള്ള VD സതീശനല്ലായിരുന്നു. എൻ്റെ ബോധ്യം എന്നല്ലേ VD സതീശൻ പറഞ്ഞത്. കടലിരമ്പി വന്നാലും എൻ്റെ ബോധ്യം മാറില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ആൾക്കൂട്ടം എൻ്റെ മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാലൊന്നും എൻ്റെ ബോധ്യം മാറില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇപ്പം എന്തായി ബോധ്യത്തിൻ്റെ കാര്യം? എന്തായി? അത് വെറും തെറ്റായിരുന്നു ആ ബോധ്യമെന്ന് ഇപ്പോൾ നിയമവ്യവസ്ഥ തന്നെ തെളിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് പിണറായി വിജയൻ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വിചാരണ ചെയ്യുമെങ്കിൽ അതുപോലെ തന്നെ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ജനങ്ങൾ വിചാരണ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 3ാം ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പീഡകരായി ജനങ്ങൾ കാണുന്നത് 2 പേരെയാണ്. ആ 2 പേരിൽ ഒരാളുടെ പേര് പിണറായി വിജയനെന്നും മറ്റേയാളുടെ പേര് VD സതീശനുമെന്നും ആണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.